ഡോക്ടർ, സാധാരണ ഈ കുട്ടികൾ, സ്പെഷ്യലി കുഞ്ഞു കുട്ടികൾ ഇങ്ങനെ ഡബ്ല്യു പോലെ ഇരിക്കാറുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും അവർ അങ്ങനെ ഇരിക്കുന്നത്? അതൊരു പ്രശ്നമാണോ? ഡബ്ല്യു സിറ്റിംഗ് ഉദ്ദേശിക്കുന്നത് കുഞ്ഞുങ്ങൾ നിലത്തിരിക്കുമ്പോൾ മുട്ടുഭാഗം രണ്ടും ഫ്രണ്ടിലേക്കും പിന്നെ പുറത്തേക്ക് വന്ന് ഫുട്ട് പുറത്തേക്ക് നിൽക്കുന്നത്. അപ്പൊ അതിനെ നമ്മൾ മോളിൽ നോക്കുമ്പോൾ ഡബ്ല്യു ഷേപ്പ് പോലെ കാണും. ഇതാണ് നമ്മൾ ഡബ്ല്യു സിറ്റിംഗ് എന്ന് പറയുന്നത്. ഡബ്ല്യു സിറ്റിംഗ് ആസ് സച്ച് ഒരു പ്രശ്നമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമല്ല. ഇനി എന്തെങ്കിലും പ്രശ്നമുള്ളത് കൊണ്ടാണ് ഡബ്ല്യു സിറ്റിംഗ് ഇരിക്കുന്നതെന്ന് ചിലർ ചോദിക്കാറുണ്ട്. ബേസിക്കലി കുഞ്ഞുങ്ങൾ ആ ഒരു പൊസിഷനിൽ മാത്രമേ ഇരിക്കുന്നുള്ളൂ എങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം. അതായത് സാധാരണയുള്ള പൊസിഷൻസ് എന്ന് പറയുന്നത് ഒന്ന് ഡബ്ല്യു സിറ്റിംഗ് ആണ്, പിന്നെ ഒന്ന് കാല് നീട്ടിയിരിക്കുന്നതാണ്, പിന്നെ ഒരെണ്ണം ചമ്രം മടഞ്ഞിരിക്കുന്നതാണ്, പിന്നെ രണ്ട് കാലും ഒരേ സൈഡിലേക്ക് മടക്കി വെച്ചിരിക്കുന്നത്. ഇതാണ് 4 കോമൺ പൊസിഷൻസ് കുട്ടികൾ ഇരിക്കുന്നത്. അപ്പോൾ ചില കുട്ടികൾക്ക് ബോഡി ട്രങ്ക് കോർ ഭാഗത്തെ മസിൽസ് സ്ട്രെങ്ത് കുറവാണെങ്കിൽ കൂടുതൽ ബാലൻസ് കിട്ടാൻ കണക്കാക്കി അവർ ഡബ്ല്യു ഷേപ്പിൽ ഇരിക്കും. അപ്പോൾ ഡബ്ല്യു ഷേപ്പിൽ മാത്രം ഇരിക്കുന്ന കുട്ടികളാണെങ്കിൽ നമ്മൾ ഈ സ്ട്രെങ്ത് ഒന്നും ചെക്ക് ചെയ്യാം. അതുപോലെ ഭയങ്കര സ്റ്റിഫ് ആണെങ്കിൽ കുട്ടികൾ അങ്ങനെ ഇരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഡബ്ല്യു സിറ്റിംഗിന് ബേസ് കൂടുതലായതുകൊണ്ട് കൂടുതൽ സ്റ്റെബിലിറ്റി കിട്ടും. അതുകൊണ്ട് തന്നെ അവർ അങ്ങനെ ഇരിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെ മാത്രം ഇരിക്കുന്നുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ശ്രദ്ധിക്കണം. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ അവർ തിരിയാൻ ഉള്ള ചാൻസസ് കുറവാണ്, കാരണം ഭയങ്കര സ്റ്റഡി ആയിട്ടിരിക്കുന്നുണ്ട്. അതുപോലെ രണ്ട് കൈ ഒരേപോലെ ഉപയോഗിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. നമുക്കൊരു 3 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് സാധാരണ അവർ ഡെക്സ്ട്രസിറ്റി ഏത് സൈഡാണ് കൂടുതൽ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ തിരിഞ്ഞു വരണം. അപ്പോൾ അതേ പൊസിഷനിൽ മാത്രം ഇരിക്കുന്ന ഒരു കൊച്ചാണെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിക്കണം. ഇനി ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് വല്ല പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഡിസ്ലൊക്കേറ്റഡ് ആയിട്ടുള്ള ഹിപ്പുള്ള കുട്ടികളാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചാൻസസ് ടെൻഡൻസി കൂടുതലുള്ള കുട്ടികളാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഡെവലപ്മെന്റ് അത് ബാധിക്കും. തിരിഞ്ഞിരിക്കാൻ, ചമ്രം മടഞ്ഞിരിക്കുകയാണെങ്കിൽ അത് കൂടുതൽ ബെനിഫിഷ്യൽ ആണ് കുട്ടികൾക്ക്. അപ്പോൾ ഡബ്ല്യു സിറ്റിംഗ് പ്രശ്നമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമല്ല. പക്ഷെ എപ്പോഴും അങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം, ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഡോക്ടറെ കണ്ട് അത് നോക്കി എക്സാമിൻ ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല അതിനെപ്പറ്റി വരികയേണ്ട ആവശ്യം.